2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ലോക്സഭയും രാജ്യസഭയും ഇന്ന് സമ്മേളിക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ പാർലമെന്റിൽ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ പാർലമെന്റ് വളപ്പിൽ ഇന്ത്യ സഖ്യം ഇന്ന് പ്രതിഷേധിക്കും. അതേസമയം ലോക്സഭയിൽ ഇന്ന് നന്ദിപ്രമേയ ചർച്ചയ്ക്ക് തുടക്കമാകും. പ്രതിപക്ഷം ചർച്ചയിൽ പങ്കെടുക്കും. നീറ്റ് വിവാദം ഇന്നും സഭയിൽ സജീവമാകും. വിവരങ്ങളുമായി ശരത് കെ ശശിയുണ്ട്. ശരത്, ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത, അല്ലേ? അതില്ല, പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും ശക്തമായി തന്നെ പാർലമെന്റിൽ ഉയരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ തന്നെ ഇന്ന് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതിനെതിരായ പ്രതിഷേധമാണ്. പാർലമെന്റ് വളപ്പിലാണ് ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി ഈ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ കേന്ദ്ര ഏജൻസി നടപടികൾക്കെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2 മുഖ്യമന്ത്രിമാർ, അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ മന്ത്രിമാർ, ഇവരെ എല്ലാവരെയും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്. ഹേമന്ത് സോറൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ രീതിയിൽ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലിനെതിരായ ഒരു സജീവമായ പ്രതിഷേധം പാർലമെന്റിൽ തന്നെ ഉയർത്തണം എന്നുള്ള തീരുമാനം കഴിഞ്ഞ ആഴ്ച ചേർന്ന ഇന്ത്യ സഖ്യ യോഗം കൈക്കൊണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് പാർലമെന്റിൽ ലോക്സഭ രാജ്യസഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിക്കുന്നത്. ഏതായാലും പാർലമെന്റിലും പാർലമെന്റിനകത്ത് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇന്നും നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് സഭയിൽ നൽകിയാലും അത് പരിഗണിക്കപ്പെടാനുള്ള സാധ്യത കാണുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്ന് ലോക്സഭാ നടപടികളുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകും എന്നതാണ് ഇപ്പോഴത്തെ വിവരം. കാരണം ഇന്ന് നന്ദിപ്രമേയ ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട്. ഈ നന്ദിപ്രമേയ ചർച്ച 16 മണിക്കൂർ നീളുന്ന ഒരു ചർച്ച എന്ന രീതിയിലാണ് ലോക്സഭയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആ ചർച്ചയിൽ ഏതായാലും പങ്കെടുക്കാൻ പ്രതിപക്ഷം തയ്യാറാകും. കാരണം പ്രതിപക്ഷത്തിന്റെ നിലപാട് പറയാൻ കിട്ടുന്ന ഒരു അവസരം എന്നുള്ള നിലയിൽ ആ ചർച്ചയിലടക്കം നീറ്റ് വിഷയം ഉന്നയിക്കാനുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. രാവിലെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ യോഗം ചേരും. അതിനുശേഷമായിരിക്കും എങ്ങനെയായിരിക്കണം സഭയിൽ നീങ്ങേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും പ്രതിപക്ഷം ഈ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുക്കും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു പ്രഖ്യാപനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സംബന്ധിച്ചിട്ടുള്ള മത്സരം, അല്ലെങ്കിൽ എപ്പോഴായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും കേന്ദ്ര സർക്കാർ കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല. നേരത്തെ 17ാം ലോക്സഭയിലേതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഉണ്ടാകുമോ എന്ന സംശയം നിലനിൽക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ സമാജ്വാദി പാർട്ടിയുടെ ഫൈസാബാദ് MP ആയ അവധേഷ് പ്രസാദിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനയിലാണ്. തീർച്ചയായും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ സർക്കാർ വേട്ടയാടുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി. ഒപ്പം തന്നെ നീറ്റ് വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ശരത് കെ ശശിയാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.